നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നിങ്ങൾക്കൊരു കുക്കിംഗ് ചാനൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഷോർട്സ് എന്ന് പറയും. അത് നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു കൈൻമാസ്റ്റർ പോലത്തെ ഒരു എഡിറ്റർ വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ യൂട്യൂബ് ആപ്പിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല അത്. പിന്നെ യൂട്യൂബ് ഷോർട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ഷോർട്സിൻ്റെ ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻജോയ് ടെക് വിത്ത് എസ്എൻകെ. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് നമ്മുടെ യൂട്യൂബ് ആപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ആപ്പിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ തന്നെ എടുത്ത വീഡിയോയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എഡിറ്റർ യൂസ് ചെയ്യേണ്ടി വരും. എഡിറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ പോർട്രേറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കണം. നമ്മുടെ വൈഡായിട്ടുള്ള 16:9 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രൈറ്റീരിയയിൽ വരില്ല. അപ്പോൾ 16:9 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഉണ്ടാക്കരുത്, 9:16 എന്നുള്ള റേഷ്യോയിൽ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കൈൻമാസ്റ്റർ വെച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ കൈൻമാസ്റ്ററാണ്. ഇത് മോഡഡ് അല്ലെങ്കിൽ പ്രോ വേർഷനായിട്ടുള്ള കൈൻമാസ്റ്ററാണ്. ഇതിലാണ് നമുക്ക് എല്ലാ ഓപ്ഷൻസും കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. കൈൻമാസ്റ്റർ മോഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ 16:9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വീഡിയോയാണ്. 9:16 എന്ന് വെച്ചാൽ പോർട്രേറ്റ് വീഡിയോയാണ്. 1:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ അവർ പറഞ്ഞാണ്, യൂട്യൂബ് പറഞ്ഞാണ് ക്രൈറ്റീരിയയിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർട്രേറ്റ് വീഡിയോ ആയിരിക്കണം. സ്ക്വയർ ആയാലും നമുക്ക് കുഴപ്പമില്ല, അത് സ്ക്വയർ ആയാലും നമുക്കത് ഷോർട്ട് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ 16:9 എന്നുള്ള റേഷ്യോ എടുക്കരുത്, 9:16 എന്നുള്ള റേഷ്യോ എടുക്കണം, അല്ലെങ്കിൽ 1:1 എന്നുള്ള റേഷ്യോ എടുക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് 9:16 എന്നുള്ള എടുക്കുകയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇതുണ്ടാക്കി കഴിയുമ്പോൾ, ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 60 സെക്കൻഡിൽ താഴെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് സ്പീഡൊക്കെ കൂട്ടിയിട്ട് നമ്മൾ 60 സെക്കൻഡ് ലെങ്ത് ആക്കണം. 60 സെക്കൻഡോ അതിൽ താഴെ ആയിരിക്കണം, അതായത് 1 മിനിറ്റ് താഴെ ആയിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. മീഡിയയിൽ പോകണം. നമുക്ക് വേണ്ട ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മീഡിയയിൽ പോവാം. മീഡിയയിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചുമ്മാ ഇമ്പോർട്ട് ചെയ്യാണ്, എക്സാമ്പിൾ കാണിക്കാനായിട്ട്. അതും ഇപ്പോൾ നമുക്ക് പോർട്രേറ്റ് വീഡിയോ, നമ്മൾ പോർട്രേറ്റ് തന്നെയാണ് എടുത്തു വെച്ചേക്കണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമുക്കിത് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് എടുക്കും. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ 16:9 എന്നുള്ള വൈഡ് സ്ക്രീൻ വീഡിയോസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് നമുക്ക് പോർട്രേറ്റ് ആക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു സോങ്ങിൻ്റെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ടൊരു സോങ്ങിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അനാർക്കലിയിലെ സോങ്ങിൻ്റെ വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് 16:9 എന്ന് പറഞ്ഞാൽ വൈഡ് സ്ക്രീൻ വീഡിയോ ആണ്, അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് പോർട്രേറ്റ് ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിലെ ഓരോ ഓപ്ഷൻസ് പറഞ്ഞു പോകാം. ആദ്യത്തെ കത്രികയുടെ അത് ട്രിമ്മാണ്, അതായത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ട്രിമ്മിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രിം ടു ലെഫ്റ്റ് ഓഫ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലായിട്ടുള്ള ഭാഗം, ഈ റെഡ് ലൈനിൻ്റെ ലെഫ്റ്റിലായിട്ടുള്ള ഭാഗം കട്ടായി പോകും. അൺഡു അടിക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ട്രിം ടു റൈറ്റ് ഓഫ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലായിട്ടുള്ള ഭാഗം കട്ടായി പോകും. പിന്നെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്ലിറ്റായിട്ട് കിട്ടും. അതായത് ഈ ഒരു സാധനത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്പീഡ് കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് സ്പീഡ് കൂട്ടാനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് കൊടുത്തിട്ട് സ്പീഡിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പീഡൊന്നും നമുക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മെയിനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് 1 മിനിറ്റ് താഴെയാക്കാൻ പറ്റും. അഥവാ 1 മിനിറ്റ് താഴെ ആയില്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളൊരു സാധനം സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക, ആൻഡ് സ്പീഡ് ഡബിൾ ആക്കുക ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ. ഇപ്പോൾ മെയിനായിട്ടുള്ള ഇളക്കിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണതിൻ്റെയൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടി വിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക,
സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് കൊടുക്കുക. ഏത് പാർട്ടാണ് വേണ്ടത്, ഇപ്പോൾ ഈ ഒരു ചെറിയ പാർട്ടാണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പീഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2x വേണമെങ്കിൽ 2x, 8x വേണമെങ്കിൽ 8x, അത് ഇതിവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര ചെറിയ വീഡിയോ ആയിരുന്നു, 4x ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഭയങ്കര ചെറിയ പാർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അൺഡു ചെയ്യാണ്. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് ഈ മീഡിയയിൽ മാത്രമാണ് സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റില്ല, സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിനി ഫുൾ സ്ക്രീൻ ആക്കണം. അതായത് നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ വീഡിയോ ആണ്, നമുക്ക് വെർട്ടിക്കൽ വീഡിയോ ആക്കണം. വെർട്ടിക്കൽ വീഡിയോ ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് വലുതാക്കി ഫുൾ സ്ക്രീൻ ആക്കാം. ഓക്കെ, ഇതൊരു ഓപ്ഷൻ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ നടുക്ക് കിടക്കുന്ന പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ സൂം ചെയ്യുക. സൂം ചെയ്ത് പക്ഷേ അങ്ങനെ സൂം ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. മറ്റേതിനേക്കാളും ഒരു ലിമിറ്റ് ഉണ്ട് സൂം ചെയ്യണതിന്. നമുക്ക് ലെയറായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലിമിറ്റില്ല, നമുക്ക് എന്തൊരു വേണമെങ്കിലും വലിച്ച് വലുതാക്കാം. അപ്പോൾ താഴെ മുകളിലൊരു ബ്ലാക്ക് വന്നു. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് ഈ ഈക്വൽ ടുവിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈക്വൽ ടുവിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് 2 പൊസിഷൻ, സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും സെയിം ആവാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടുവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ഇപ്പോൾ ഫ്രെയിം ഔട്ടായിപ്പോയി. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും സാധനം നമ്മളിങ്ങനെ സൂം ചെയ്തപ്പോൾ ഫ്രെയിം ഔട്ടായി പോയെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ ഫ്രെയിം ഔട്ടായിപ്പോയി. ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങളത് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഫ്രെയിം ഔട്ടായിപ്പോയി. അപ്പോൾ സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് കൊടുക്കുക. ഇവിടെയൊക്കെ ഫ്രെയിം ഔട്ടാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യുക, ഇത്രയും മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, പിന്നെ സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് കൊടുക്കുക. അപ്പോൾ ഒരു സ്പ്ലിറ്റായിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും പാൻ ആൻഡ് സൂം കൊടുക്കുക. വീണ്ടും പാൻ ആൻഡ് സൂം കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് കറക്റ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ അവിടെ അപ്പുറയും ഫ്രെയിം ഔട്ടായെങ്കിൽ അവിടെ നമ്മൾ ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ പിന്നെയും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായില്ലേ. ഇങ്ങനെ നമുക്ക് സെറ്റാക്കാം. അത് നിങ്ങൾക്ക് അതുപോലെ സെറ്റാക്കേണ്ടി വരും. കാരണം ഇതൊരു വലിയ വീഡിയോ ആണ്, അത് നമ്മൾ ചെറുതാക്കണതാണ്. അപ്പോൾ നമുക്ക് കുറേ ഫ്രെയിമൊക്കെ കട്ടായി പോകും. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇതുപോലെ ട്രിം ചെയ്ത് കളയുക. ഇങ്ങനെ ഇത്രയും വേണ്ട, ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക, അങ്ങനത്തെ കളയുക. ഓക്കെ, ഇടയ്ക്കുള്ള കളയണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് കൊടുക്കുക. ഇവിടെയും ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് കൊടുക്കുക. ഈ പാർട്ട് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ പാർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ആയി പോയിക്കോളും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ 1 മിനിറ്റിൽ താഴെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് എന്നുള്ളൊരു ഒരു ഡ്യൂറേഷൻ വച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മീഡിയ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ട്രിമ്മിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആക്കി. ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് താഴെ ആയിക്കോരും ഓട്ടോമാറ്റിക്കായിട്ട്. അഥവാ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. ഈ സ്പീഡ് എന്നുള്ളതിൽ കൊടുത്തിട്ട് സ്പീഡൊക്കെ 2x ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ ഇതെല്ലാം ചെയ്യണതിന് ഏറ്റവും മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ അഥവാ നിങ്ങളുടെ വീഡിയോയിലെ വോളിയം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും മുമ്പ് ചെയ്യേണ്ട കാര്യം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഓരോ പാർട്ടായിട്ട് നമ്മൾ എടുത്തിട്ട് വോളിയം ഫുൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. അപ്പോൾ വോളിയം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ വോളിയം കുറച്ച് കാണിച്ചു തരാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വോളിയത്തിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫുള്ള് കുറയ്ക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫുള്ള് കുറയ്ക്കുക. ഇപ്പോൾ ഞാനത് ട്രിം ചെയ്ത കാരണമാണ്, സ്പ്ലിറ്റ് ചെയ്ത് വെച്ച കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കുറച്ചാൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വോളിയത്തിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫുള്ള് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ പോർട്രേറ്റ് വീഡിയോ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ വോളിയം കുറച്ചു. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൽ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഡിയോയിൽ പോകാം. ഓഡിയോയിൽ പോയിട്ട് നമുക്ക് ഫോൾഡേഴ്സിൽ പോകാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് അയച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂസിക് ആഡാവും. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ഏത് പാർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ
ഇപ്പോൾ ഈ പാർട്ട് തൊട്ടാണ് എനിക്ക് വേണ്ടെങ്കിൽ ബാക്കി പാർട്ട് എനിക്ക് കളയാൻ പറ്റും. ട്രിം ടു ലൈറ്റ് ഓഫ് ഫ്ലെയർ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ തൊട്ടാൽ വേണ്ടെങ്കിൽ ഇതിങ്ങനെ നീക്കി വയ്ക്കാം. ഇതിങ്ങനെ ചെറുതാക്കി കഴിയുമ്പോൾ എളുപ്പത്തിൽ നീക്കാൻ പറ്റും. ചെറുതാക്കാനായിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി സൂം ഔട്ട് ചെയ്യില്ലേ, അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ വോളിയം നമ്മൾ കുറയ്ക്കുക. നമുക്ക് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വോളിയം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആ മ്യൂസിക്കിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്യാം, വോളിയത്തിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വോളിയം കുറയ്ക്കുക. ഒരു 10 കൊടുത്താൽ മതി, 10% കൊടുത്താൽ മതി. മ്യൂസിക് ചെറിയ രീതിയിൽ കേട്ടാൽ മതിയല്ലോ, 10% കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മേളിലത്തെ ലെയറിൻ്റെ അത്രയാണ് വരുള്ളൂ. മേളിലത്തെ മീഡിയയാണ് മെയിൻ, അപ്പോൾ മീഡിയയുടെ അത്രയാണ് വരുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് തന്നെയാണ് വരുള്ളൂ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് വോയിസ് ഓവർ ചെയ്യാനാണ്. വോയിസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് അടിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകണമെയാണ് ഈ കാണുന്നത്. എന്നിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അത് റീറെക്കോർഡ് ചെയ്യണമെങ്കിൽ റീറെക്കോർഡ് ക്ലിക്ക് ചെയ്യുക, റിവ്യൂ ആണെങ്കിൽ റിവ്യൂ ചെയ്യാം. വോയിസ് വോളിയം കൂട്ടണമെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡബിൾ ആക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ കൈൻമാസ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം ഞാൻ. പിന്നെ നമുക്ക് അടുത്ത സാധനം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ, ആ ഷോർട്ട് വീഡിയോയിൽ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലെയറിൽ പോവാം, മീഡിയയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു ലോഗോ സെലക്ട് ചെയ്യണം. ഈ ലോഗോ എന്ന് വിചാരിച്ചു, ഇതിപ്പോൾ ഞാൻ വച്ചു. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഗുണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ്, ഈ കിടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് മാറ്റാം, സൈസൊക്കെ കുറയ്ക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും. പിന്നെ ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി കൂടി ഭംഗിയാക്കാനായിട്ട് മുകളിൽ 2 കറുത്ത വര ഉണ്ടോ, അത് നമുക്ക് ഇത്തിരി കൂടിയും കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ലെയറിൽ പോവാം, ഓവർലേയിൽ പോവാം, സിനിമാറ്റിക് ഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ചിടണം, കാരണം ഇത് വെർട്ടിക്കൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് തിരിച്ചിടണം. തിരിച്ചിട്ട് ചെയ്യുമ്പോൾ കണ്ട ആ ബ്ലാക്ക് കറക്റ്റ് ലെവലിലുള്ള ബ്ലാക്കായി. ഇനി നമ്മൾ അടുത്ത സാധനം നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഗോ, നമുക്ക് ഇത് ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗോ കിട്ടില്ല, ആ ലോഗോ നീക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലോഗോയുടെ ഉള്ള ക്ലിക്ക് ചെയ്യാം. ലോഗോയുടെ ഉള്ള ഈ താഴെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നീക്കി അത് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ലോഗോ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതാക്കിയിട്ട് ഓക്കെ, എക്സാമ്പിളാണ് കേട്ടോ അതൊക്കെ. അത് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കാണിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ലോഗോ ഏകദേശം കറക്റ്റ് സെറ്റായി. ഇനി നമുക്ക് ലെയറിൽ പോയി കഴിഞ്ഞാൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, സബ്സ്ക്രൈബ്. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ എയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ട്രിം ചെയ്യണം. ഇവിടെ നമുക്ക് കളർ മാറ്റാം. ഇപ്പോൾ റെഡ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് റെഡ് വേണമെങ്കിൽ റെഡ് കൊടുക്കാം. പിന്നെ ഇൻ ആനിമേഷൻ, അതായത് വരുമ്പോഴുള്ള ആനിമേഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഓവറോൾ ആനിമേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അതായത് എപ്പോഴും ഒരു ആനിമേഷൻ കാണിച്ചുകൊണ്ടിരിക്കും, അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഔട്ട് ആനിമേഷൻ എന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഔട്ട് ആനിമേഷൻ്റെ ആവശ്യം തന്നെ, അതായത് പുറത്തോട്ട് പോകുമ്പോൾ, അതായത് തീരുമ്പോഴുള്ള ആനിമേഷൻ, തീരുമ്പോൾ സ്ലൈഡ് അപ്പ് വേണ്ട, തീരുമ്പോഴുള്ള ആനിമേഷനാണത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ചെറുതായി കൊടുക്കാം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് ലോഗോ ത്രൂ ഔട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ലോഗോയുടെ ഈ ലെയറെ ക്ലിക്ക് ചെയ്യുക, ഫുള്ള് വലിച്ചിടുക, എൻഡ് വരെ വലിച്ചിടുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ സിനിമാറ്റിക് ഫ്രെയിം ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ള് വേണം. അപ്പോൾ അത് ഫുള്ള് വലിച്ചിടുക, ചുമ്മാ അറ്റത്തുനിന്ന് പിടിച്ച് വലിച്ചാൽ മതി. പിന്നെ സബ്സ്ക്രൈബ് എന്നുള്ളത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് കൊടുക്കുക, നമുക്ക് വേണ്ട അത്രയും കൊടുക്കാൻ പറ്റും. എന്നിട്ട് സബ്സ്ക്രൈബിൻ്റെ ഏരിയ മാറ്റണമെങ്കിൽ, അതായത് സബ്സ്ക്രൈബിൻ്റെ ഏരിയ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്യുക കേട്ടോ. ഇവിടെ കൊടുക്കാം. എന്തെങ്കിലും പറഞ്ഞു പോകണമെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകണമെയാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത് ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൈൻമാസ്റ്ററിൽ ചെയ്യേണ്ട ഓപ്ഷൻസ്.
അതായത് മെയിൻ ഓപ്ഷൻസ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഇടാം. അത് ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് 12 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൈൻമാസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് വീഡിയോസ് എങ്ങനെ കൈൻമാസ്റ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുമാത്രമാണ് ഇതിൽ കാണിച്ചുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓഡിയോ ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കിയിടും. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും എൻഡിലെ ഓഡിയോ തീർന്ന് ഇങ്ങനെ ഫെയ്ഡ് ഔട്ടായി പൊക്കോളും. അതായത് നമ്മൾ 30 സെക്കൻഡ് ചെയ്യുമ്പോൾ ആ പാട്ട് യൂസ് ചെയ്തല്ലേ, പാട്ടല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണ തന്നെയാണെങ്കിലും ഫെയ്ഡ് ഔട്ടായി പൊക്കോളും, ഒരു ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് കിട്ടിക്കോളും. എന്നിട്ടാണ് അത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ളത്. ഇനി നമ്മൾ ഈ സിനിമാറ്റിക് ഫ്രെയിം എന്നുള്ള സാധനം നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ വെക്കണം. ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനിലല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മുടെ സിനിമാറ്റിക് ഫ്രെയിം കറക്റ്റ് പൊസിഷനിലായി. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ എച്ച് ഡി വേണമെങ്കിൽ ഫുൾ എച്ച് ഡി, 4K വേണമെങ്കിൽ 4K ഒക്കെ കൊടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണ ഒരു സംഭവം. ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ വീഡിയോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യൂട്യൂബിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ഷോർട്ട് എന്നുള്ളതിലൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതില്ല. നമ്മൾ അപ്ലോഡ് വീഡിയോ ഡയറക്റ്റ് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് ടൈറ്റിലൊക്കെ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ടാഗ്സൊക്കെ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാമല്ലോ അതൊക്കെ. ടൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഷോർട്ട് വീഡിയോ എന്ന് കൊടുത്തു. അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഷോർട്ട് വീഡിയോ ഒന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേണമെങ്കിൽ നമുക്ക് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്നുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് നോട്ട് ഫോർ കിഡ്സ് ആണെങ്കിൽ നോട്ട് ഫോർ കിഡ്സ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സാധാരണ യൂട്യൂബിലുള്ള അപ്ലോഡിങ് ഇതാണ്. എന്നിട്ട് ഇപ്പോൾ പബ്ലിക് ആക്കുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ടൈറ്റിലൊക്കെ ഓപ്ഷണലാണ്. കാരണം ഇത് ഷോർട്ട് വീഡിയോ ആണെന്ന് മനസ്സിലായ കാരണമാണ് ടൈറ്റിലൊക്കെ ഓപ്ഷണൽ എന്ന് കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ടൈറ്റിലൊക്കെ ഓപ്ഷണൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കാൻ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹാഷ്ടാഗ് ഷോർട്സ് എന്നുള്ള ടൈറ്റിലിലോ ഡിസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് ആ ഷോർട്ട് വീഡിയോ ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഹാഷ്ടാഗ് ഷോർട്സ് എന്നുള്ളത് ആഡ് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസിലും അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.